നികേഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് ഇല്ലീഗൽ ആക്സസ് എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ടാമ്പറിംഗ് ആണെന്നോ ബാക്കി ഏതെങ്കിലും രീതിയിൽ ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ള കാര്യം എവിടെയുമില്ല. അങ്ങനെ ആക്സസ് നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിട്ടേൺ സബ്മിഷൻസ് നമ്മുടെ അഭിനേത്രിക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കേസ് മെയ് 30 ജസ്റ്റിസ് ബാബു സാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ട്, ഇതിന്റെ ലീഗൽ സ്ട്രാറ്റജി കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, ഒരുപാട് ടെക്നിക്കാലിറ്റി ഒന്നും ഇല്ലാതെ മനസ്സിലാക്കാൻ, ഹണി വർഗീസിനെ എങ്ങനെങ്കിലും ഒരു സ്മിയർ ക്യാമ്പയിനിലൂടെ അവർ തെറ്റുകാരിയാന്ന് വരുത്തുക, ഹണി വർഗീസിന്റെ കോടതിയിൽ നിന്ന് ഈ കേസ് മാറ്റുക, ഈ വളരെ സിമ്പിൾ ഉദ്ദേശങ്ങളാണ് ഈ സ്ട്രാറ്റജിക്കെല്ലാം പിന്നിലുള്ളത്. അതായത് ഹണി വർഗീസിന്റെ കോടതിയിൽ ഇരിക്കുകയാണെങ്കിൽ, ഹണി വർഗീസ് വളരെ അപ്രൈറ്റ് ആയിട്ടൊരു ഉദ്യോഗസ്ഥയാണ്, ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതുപോലെ. അവരെ എങ്ങനെങ്കിലും മാറ്റി കുറെ കൂടി ഇവർ പറയുന്ന ഇമോഷണൽ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജഡ്ജിയെ കൊണ്ടുവരിക. ഇതാണ് ഈ സ്ട്രാറ്റജിയുടെ പിന്നിൽ. അല്ലാതെ അതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് മുമ്പ് ഓർമ്മ കാണും. ജസ്റ്റിസ് കമാൽ പാഷ വിട്ടേക്കൂ. ജസ്റ്റിസ് കമാൽ പാഷ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇന്നലെ ജസ്റ്റിസ് കമാൽ പാഷ അതിനിശ്ചിതമായിട്ടാണ് കോടതികളെയൊക്കെ വിമർശിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല, ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട്. അല്ലല്ല, തീർച്ചയായും അതൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ഇവരെ കുറിച്ച് മുമ്പ് കമാൽ പാഷ പറഞ്ഞ ഒരു വാക്ക് കോട്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇപ്പം മറ്റൊരു ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ദിലീപിന് വേണ്ടി അഡ്വക്കേറ്റ് ഫിലിപ്പ് അടക്കം ഇവിടെ ഹാജരാകുകയും ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. മെയ് 30 ഈ കേസ് വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അടുത്താണിത്. ബാക്കി എങ്ങനെ വരുമെന്ന് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും ഈ സ്റ്റേജിൽ ജഡ്ജിയെ മാറ്റുകയും പുനർവിചാരണ ഒക്കെ വെറും ഒരു ദിവാസ്വപ്നം മാത്രമാണ്. എന്താ, ഇറ്റ്സ് എ ഡേ ഡ്രീം മാത്രമാണ്. അങ്ങനെ ജഡ്ജിയെ മാറ്റണം ആരെങ്കിലും പറഞ്ഞോ? രാഹുൽ ഈശ്വർ, എന്തിനാണ് ആ ജഡ്ജിയെ മാറ്റണം എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ കൊണ്ടുവന്നത്? കാരണം ജഡ്ജിയെ മാറ്റണമെന്നുള്ളതാണല്ലോ ഇതിന്റെ സ്ട്രാറ്റജി. നമ്മൾ ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കാണും. ഇതിലെ പറയാത്ത കാര്യം അൺസ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ജഡ്ജിയുടെ കോടതിയിൽ നിന്ന് ഇത് മാറ്റണം എന്ന് വരുത്തി തീർക്കാനുള്ള വളഞ്ഞ വഴിയാണ്. ഇതൊക്കെ ഒരുമാതിരി ലോ, അതായത് LLBയോട് ചേർന്ന് നിൽക്കുന്നവരോ ഒരുമാതിരി കോടതി കണ്ടവർക്കോ ഇതിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാകും. അതിജീവിതയുടെ പ്രൈവസി തീർച്ചയായിട്ടും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിജീവിതയുടെ വളരെ ഇമോഷണൽ ആയ, വളരെ റൈറ്റ്ഫുൾ ആയ, ശരിയായ കൺസേൺ ഉപയോഗിച്ച് ജഡ്ജിയെ സ്മിയർ ചെയ്യാനും ജഡ്ജിയെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് മറക്കരുത്. ഒറ്റ വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും ടാമ്പേർഡ് ആയിട്ടില്ല, ചോർന്നിട്ടുണ്ടെന്ന് ഇതുവരെ റിപ്പോർട്ടില്ല. ഇല്ലീഗൽ ആക്സസ് ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ നടപടി ഉണ്ടാകണം. അതാരാ ചെയ്തതെന്ന് അറിയണം. അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ജഡ്ജി ഹണിയം വർഗീസിൻ്റെ കോടതിയിൽ തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ജഡ്ജി ഹണിയം വർഗീസിൻ്റെ കോടതിയിൽ താജുദ്ദീൻ എന്ന് പറയുന്ന കോടതി ജീവനക്കാരൻ വിവോ ഫോണിലിട്ട് പരിശോധന നടത്തുന്നു. ആ ഫോൺ കാണാതാകുന്നു. താജുദ്ദീൻ പറയുകയാണ് പിന്നീട്, അത് ജഡ്ജി ഹണിയം വർഗീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താജുദ്ദീൻ്റെ ഫോൺ 2022 ഫെബ്രുവരിയിൽ കാണാതാകുന്നു. തൃശ്ശൂരിൽ നിന്നും എറണാകുളം വരെയുള്ള യാത്രക്കിടയിലാണ് ഇത് കാണാതാകുന്നത് എന്ന് താജുദ്ദീൻ ഈ പറയുന്ന ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടിൽ മൊഴി നൽകിയതായി പറയുന്നുണ്ട്. ഫെബ്രുവരിയിൽ കാണാതായ ഫോൺ ജൂലൈയിൽ ഈ റിപ്പോർട്ടർ TV-യിൽ വാർത്ത വന്നപ്പോൾ തൻ്റെ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ആരും ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ടാമ്പേർഡ് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലേക്ക് ഈ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അസാമാന്യമായ കഴിവ് ഈ മൊഴി നൽകുന്നവർക്കും മൊഴി രേഖപ്പെടുത്തുന്നവർക്കും ഉണ്ട് എന്ന് രാഹുൽ സമ്മതിക്കുമോ? അല്ല, രണ്ട് കാര്യങ്ങളാണ് സാർ. ടാമ്പേർഡ് എന്ന വാക്ക് നികേഷ് സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു മുതിർന്ന ജേർണലിസ്റ്റ് പോലും ഈ ചർച്ചയിൽ പോലും ഉപയോഗിച്ചു. ചോർന്നു എന്ന് ഇംപ്ലൈ ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ ഇംപ്ലിക്കേഷന്റെ മുൾമുന എന്താണ്? അതായത് ഇതിന്റെ ബേസിക് പ്രമേസ് എന്താ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി? ജഡ്ജിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഈ സാധനത്തിൽ നിന്ന് ആരോ ഇത് ഇല്ലീഗലി ആക്സസ് ചെയ്തു, ആരോ ഇത് ചോർത്തി ടാമ്പർ ചെയ്തു, അതുകൊണ്ട് ഇതിന് വിശ്വാസ്യത പോരാ, അതുകൊണ്ട് മറ്റൊരു കോടതിയിലേക്ക് ഇത് പോകണം, പുനർവിചാരണ വേണം. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇത്രയല്ലേ. ഇത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ പറയാതെ പറയുന്നതാണ് കോടതിയിലെ കളി. ഇത് പറയാതെ പറയുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. രാഹുൽ നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ഇവിടെ പറയാണ്, ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. നോക്കൂ, അങ്കമാലി ഒരു സെക്കൻഡ് സാർ കേൾക്കൂ. അങ്കമാലി JFM കേൾക്കുന്നില്ല എന്ന് പറയണം. കാരണം നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ സംസാരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. നോക്കൂ, അങ്കമാലി JFMCയിൽ അവിടെ മജിസ്ട്രേറ്റ് താൻ വ്യക്തിപരമായി ആ കോടതിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് ഇതിനകം തന്നെ നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അത് ഒരു ഫാക്ട് ഫൈൻഡിങ് പരിശോധനയിൽ എറണാകുളം സെഷൻസ് കോടതി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എറണാകുളം സെഷൻസ് കോടതിയിൽ തന്നെ ഒരു ജഡ്ജിൻ്റെ അനുവാദത്തോടു കൂടിയാണെന്ന് പറയുന്നു. ഒരു മഹേഷ് മോഹൻ എന്ന് പറയുന്ന ബെഞ്ച് ക്ലർക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി 9:58 ദൃശ്യങ്ങൾ കാണുന്നു. ആദ്യം ഈ
JFMC മജിസ്ട്രേറ്റ് എവിടെ കൊണ്ടുപോയി, ആരെയൊക്കെ കാണിച്ചു, എവിടെയൊക്കെ ഏതൊക്കെ ഡിവൈസിൽ അത് ഉപയോഗിച്ചു എന്നത് പരിശോധന നടന്നിട്ടില്ല. രണ്ടാമത്തേത്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലുണ്ടായിരുന്ന മഹേഷ് മോഹൻ വീട്ടിൽ കൊണ്ടുപോയി ഏത് ഡിവൈസിൽ അത് ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന നടന്നിട്ടില്ല. അദ്ദേഹം പറയുന്ന ഈ മൈക്രോമാക്സ് ഫോൺ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് തകർത്ത് കളഞ്ഞിട്ടുണ്ടോ അതോ അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി, തെളിവ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയാത്തതാണോ എന്ന് പരിശോധിച്ചിട്ടില്ല. ഇനി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെ, അതായത് വിചാരണ കോടതിയിൽ തന്നെ വീണ്ടും 12:30ക്കും 1 മണിക്കും ഇടയിൽ ഒരു താജുദ്ദീൻ എന്ന് പറയുന്ന കോടതി ജീവനക്കാരൻ ഇത് തൻ്റെ വിവാ ഫോണിലിട്ട് പരിശോധിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നറിയാവുന്ന LLB കാരനായിട്ടുള്ള രാഹുൽ ഈശ്വർ പറയുന്നു ടാമ്പർ ചെയ്തു എന്ന് പറയരുത് എന്നാണ്. പിന്നെ എന്താ ഇത് ചെയ്തത്? രണ്ട് കാര്യങ്ങൾ. ഞാൻ സാറ് പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് വ്യത്യസ്ത കോടതികളിലുണ്ടായ അൺഓതറൈസ്ഡും ഇല്ലീഗലും ഇംപ്രോപ്പറുമായ ആക്സസ് അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യണം, യാതൊരു സംശയവുമില്ല. അതിൽ എനിക്കൊന്നും ആർക്കും തർക്കം ഉണ്ടാവില്ല. പക്ഷേ അത് മെയിൻ കേസ് എന്ന് പറയുന്നത് ദിലീപ് 8ാം പ്രതിയായ കേസിൽ ബെയറിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ഡയറക്ട്ലി കൺസേൺ ദ മേജർ കേസ് എന്ന കാര്യം മറക്കരുത്.